വാർത്തകൾ തുടരുന്നു. കുറവനങ്ങാട് ദേവമാതാ കോളേജ് അധ്യാപിക ഡോക്ടർ എം എ മേരിക്കുട്ടിക്ക് മലയാള വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. അധ്യാപകരും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്നാണ് യാത്രയയപ്പ് നൽകിയത്. വകുപ്പ് മേധാവി ഡോക്ടർ ഫിലിപ്പ് മാത്യു യാത്രയയപ്പ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുവാൻ ഭാഗ്യം ലഭിച്ച ധന്യതയോടുകൂടിയാണ് ഡോക്ടർ എം എ മേരിക്കുട്ടി കുറവലങ്ങാട് ദേവമാതാ കോളേജിന്റെ പടിയിറങ്ങുന്നത്. സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഡോക്ടർ എം എ മേരിക്കുട്ടിക്ക് മലയാള വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ബുധനാഴ്ച ഉജ്ജ്വലമായ യാത്രയയപ്പ് നൽകിയത്. 3 പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പാരമ്പര്യവുമായാണ് എം എ മേരിക്കുട്ടി അധ്യാപന ജീവിതത്തിൽ നിന്നും വിട പറയുന്നത്. യാത്രയയപ്പ് സമ്മേളനത്തിൽ മലയാളം വിഭാഗം മേധാവി ഡോക്ടർ ഫിലിപ്പ് ജോൺ അധ്യക്ഷത വഹിച്ചു. ദേവമാതാ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോയി ജേക്കബ് മുഖ്യ പ്രഭാഷണം നടത്തി. കോളേജ് ബർസാർ ഫാദർ ജോസഫ് പുതിയിടം, മലയാള വിഭാഗ അധ്യാപകൻ ഫാദർ കുര്യാക്കോസ് കാപ്പിലിപ്പറമ്പിൽ, ദീപിക സബ് എഡിറ്റർ സാജു അഗസ്റ്റിൻ, വിദ്യാർത്ഥി പ്രതിനിധികളായ ജിൻഡു തോമസ്, ജിജി ജോർജ്, മരിയാമോൾ ജോർജ്, അഭിരാമി സോമൻ, ബിനു മാമച്ചൻ എന്നിവർ പ്രസംഗിച്ചു. എസ് സാഗര സമ്മേളനത്തിൽ സ്വാഗതം ആശംസിച്ചു. സി എസ് ആര്യ, ടിനിൻ പി മാത്യു, ഗ്രീഷ്മ എന്നിവർ ഗാനമഞ്ജരിയുമായി സമ്മേളനത്തിൽ ഒത്തുചേർന്നു. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും വലിയ കുടുംബ കൂട്ടായ്മയുടെ പ്രതിനിധിയാണ് മലയാളം വിഭാഗത്തിന് സമ്മാനിച്ചത്. പ്രിയപ്പെട്ട അധ്യാപികയ്ക്ക് യാത്രയയപ്പ് നൽകാൻ പൂർവ്വ വിദ്യാർത്ഥികൾ കൂടിയെത്തി ഓർമ്മകൾ പങ്കുവച്ചതോടെ കുടുംബ സംഗമത്തിന്റെ പ്രതീകാത്മകതയാണ് എങ്ങും നിഴലിച്ചത്. കോളേജിന്റെ എഴുതപ്പെടാത്ത ചരിത്രം നമുക്കറിയാം. ഓർമ്മകളുടെ ക്രമാനുഗതമായ ചിട്ടപ്പെടുത്തലാണ് ചരിത്രം എന്ന് പറയുന്നത്. ഓർമ്മകൾക്ക് തനിയെ നിൽക്കാൻ സാധിക്കില്ല. അവ യാഥാർത്ഥ്യങ്ങളുമായി കൂടിച്ചേർന്നാണ് നിൽക്കുന്നത്. ഈ യാഥാർത്ഥ്യങ്ങൾ ഒരുപക്ഷെ കറുത്ത അടയാളങ്ങൾ അവശേഷിപ്പിക്കുന്നവയാവാം, അല്ലെങ്കിൽ സ്വർണ്ണ ലിപികളിൽ രേഖപ്പെടുത്താൻ പറ്റുന്നവയാകാം. ഇതുതന്നെയാണെങ്കിലും യാഥാർത്ഥ്യമില്ലാതെ ഓർമ്മകളില്ല, ഓർമ്മകളില്ലാതെ ചരിത്രമില്ല. മേരിക്കുട്ടി മിസ്സിന്റെ ഓർമ്മകളിലൂടെയാണ് 30 വർഷത്തെ കോളേജിന്റെ ചരിത്രം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. ഈ കോളേജിന്റെ എല്ലാ ബലഹീനതകളിലും എല്ലാ അഭിവൃദ്ധികളിലും കോളേജിനോട് ചേർന്ന് നിന്നുകൊണ്ട് എഴുതപ്പെടാത്ത ചരിത്രമായി മാറിയ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട മേരിക്കുട്ടി ടീച്ചർ. അതുകൊണ്ട് തന്നെ ടീച്ചർ ഇവിടെ നിന്ന് പോകുമ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടബോധം തോന്നാൻ സാധ്യതയുണ്ട്. എങ്കിലും അനിവാര്യമായ ഈ വേർപാട് ഞങ്ങൾ അംഗീകരിക്കുന്നു. ടീച്ചറിന് എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും ആശംസിക്കുകയാണ്. റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറയുമ്പോൾ പലപ്പോഴും വിശ്രമ ജീവിതം എന്ന് പലരും പറയാറുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം ഞാൻ അകാലത്തിൽ വൃദ്ധനായ ഒരു മനുഷ്യൻ. കാരണം 2 മാസം മുമ്പ് കുറവലങ്ങാട് ഇടവകയിൽ എൽഡേഴ്സ് ഫോറം പറഞ്ഞിട്ട് വികാരിച്ച് രൂപീകരിച്ചു. 60 വയസ്സിന് മുകളിലുള്ളവരുടെ ഒരു കൂട്ടായ്മ. അതിന് ഡയറക്ടറായിട്ട് അച്ഛൻ എന്നെയാണ് നിയമിച്ചത്. അപ്പോൾ അകാലത്തിൽ വൃദ്ധനായ ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവരുമായി കൂടുതൽ സമ്പർക്കത്തിന് ഇട വന്നപ്പോൾ അവരുടെ കർമ്മശേഷിയും അനുഭവജ്ഞാനവും എത്ര ഊർജ്ജസ്വലമായിട്ടാണ് അവര് പങ്കുവയ്ക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു പോയി. അത്രയധികം ആക്റ്റീവായിട്ട് ഈ റിട്ടയർമെന്റ് ലൈഫ് അവര് മുന്നോട്ട് കൊണ്ടുപോകും. എനിക്ക് ഉറപ്പുണ്ട് മേരിക്കുട്ടി ടീച്ചറും ഒരുപക്ഷെ ഇവിടെ ആയിരുന്നതിനേക്കാൾ കൂടുതൽ ആക്റ്റീവായി സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കും. ഈസ്റ്റർ കാലഘട്ടമാണല്ലോ, നമുക്കറിയാം. ഈ ദിവസങ്ങൾ ഉയർന്ന ഞായറാഴ്ച വായിച്ച ഒരു ഭാഗം, മഗ്ദലന മറിയം ഈശോയുടെ ശരീരം അന്വേഷിച്ച് കല്ലറയിൽ ചെന്നപ്പോൾ അവിടെ 2 ദൂതന്മാരെ കണ്ടു. അവര് ചോദിച്ച ഒരു ചോദ്യമുണ്ട്: ജീവിച്ചിരിക്കുന്നവരെ എന്തിനാണ് നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത്? ഒരുപക്ഷെ കുറെ കാലം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ചോദിച്ചേക്കാം, മേരിക്കുട്ടി ടീച്ചറിനെ എന്തിനാണ് നിങ്ങൾ റിട്ടയർ ചെയ്തവരുടെ കൂട്ടത്തിൽ അന്വേഷിക്കുന്നത് എന്നാരെങ്കിലും ചോദിച്ചാൽ അത് അനുഭവപ്പെടാനില്ല. കാരണം ടീച്ചറിന് ഒരു റിട്ടയർമെന്റ് ലൈഫ് നയിക്കാൻ പറ്റില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത്രയധികം ഊർജ്ജസ്വലമായി കർമ്മനിരതയോടെ ടീച്ചർ ഓടി നടക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ടീച്ചറിന് എല്ലാ വിധത്തിലുള്ള ഭാവങ്ങളും ആശംസിക്കുന്നു. ടീച്ചർ വിദ്യാർത്ഥികളെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ അവരെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിച്ചത് പറഞ്ഞു കൊടുക്കുമ്പോൾ മേരിക്കുട്ടി ടീച്ചർ ദൈവം ഏൽപ്പിച്ചു കൊടുത്ത ഒരു ദൗത്യം നിറവേറ്റുകയാണ്. കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വെറും വിദ്യ പറഞ്ഞു കൊടുക്കൽ മാത്രമല്ല, അറിവ് പകർന്നു കൊടുക്കൽ മാത്രമല്ല, ഒരു ഫോർമേഷനാണ്, ഒരു ട്രാൻസ്ഫർമേഷനാണ്.
ഹാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് എഡ്യൂക്കേഷൻ ഓഫ് ഹാർട്ട്. എഡ്യൂക്കേഷന്റെ ഹൃദയം എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ എഡ്യൂക്കേഷനാണ്. അതാണ് ഏതൊരു കലാലയവും നടത്തേണ്ടത്, പ്രത്യേകിച്ച് കോളേജുകൾ. കാരണം ഈ കാലഘട്ടത്തിൽ കൗമാരപ്രായത്തിൽ വെച്ചു നിൽക്കുന്ന വിദ്യാർത്ഥികളെ അവരെ ശരിയായ ദിശയിൽ നയിക്കുവാൻ പ്രാപ്തിയുള്ള ഒരു അധ്യാപക സമൂഹം നമുക്ക് ഇവിടെയുണ്ട്. അവരവരുടെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് നിറവേറ്റുന്നുണ്ട്. അതിൽ മേരിക്കുട്ടി ടീച്ചർ പൂർണ്ണമായിട്ടും വിജയിച്ചിരിക്കുകയാണ്. നിങ്ങളോട് എല്ലാവരോടുമാണ് നന്ദി പറയാനുള്ളത്. കാരണം നല്ലൊരു കാലഘട്ടം, ജീവിതത്തിന്റെ 26 വയസ്സ് മുതൽ 56 വയസ്സ് വരെയുള്ള 30 വർഷക്കാലം, അത്രയും ദീർഘമായ ഒരു കാലഘട്ടം എന്റെ മനസ്സിന്റെ ഭാഗമായി, എന്റെ സന്തോഷത്തിന്റെ ഭാഗമായി നിങ്ങൾ ഉണ്ടായിരുന്നു. അതായിരുന്നു എന്റെ സന്തോഷം. പിന്നീട് കോളേജിൽ വരുമ്പോൾ എനിക്ക് ആദ്യം വന്ന കാലഘട്ടം മുതൽ ജോസഫ് സാറായിരുന്നു കണ്ണൂർ ഡിപ്പാർട്ട്മെന്റ് കുറച്ച് പേർക്കെങ്കിലും അറിയാം. വളരെ സാത്വികനായ നന്മ നിറഞ്ഞ ഒരു കണ്ണൂർ ഡിപ്പാർട്ട്മെന്റ്. തുടർന്ന് വന്നവരും അവരവരുടേതായ നിലയിൽ കാലഘട്ടമുള്ളവർ തന്നെയായിരുന്നു. ആദ്യകാലത്ത് അധ്യാപകരെന്ന് പറയുമ്പോൾ അവര് എനിക്കും ഒരു ഗുരുസ്ഥാനീയരായിരുന്നു. അവര് ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെയാണോ ഞാൻ ചെയ്യേണ്ടത്, ഇതൊക്കെയാണോ, പല പ്രാവശ്യം ഞാൻ അവരോട് അതേക്കുറിച്ചൊക്കെ അന്വേഷിക്കും, ചോദിക്കും. അത്യാവശ്യമുള്ള റെഫറൻസ് ഗ്രന്ഥങ്ങൾ പറഞ്ഞു തരും. ചിലപ്പോൾ ചില സന്ദർഭങ്ങൾ കൂടുതലായിട്ട് വ്യാഖ്യാനിച്ചു തരും. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമായിരുന്നു.